മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യ, UAE, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തമ്മിൽ വലിയ ഐക്യമാണെന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ഇസ്ലാമിക ഐക്യത്തിൻ്റെ പേരിൽ ഇവർ ഒന്നിച്ച് നിൽക്കുമെന്നുമൊക്കെയാണ് നമ്മൾ ഇത്രയും നാൾ കരുതിയത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. എണ്ണ വിറ്റ് സമ്പന്നമായ രാജ്യങ്ങളാണ് പലതും. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ UAEയും സൗദി അറേബ്യയും തമ്മിൽ വലിയൊരു ഭിന്നത രൂപപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധസമാനമായ സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടും. ഇതിന് കേന്ദ്ര ബിന്ദുവാകുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് സൗദി അറേബ്യയെ പോലെ എണ്ണപ്പാടങ്ങളൊക്കെ ഉള്ള സമ്പന്നമായ ഒരു മേഖലയാണ് യമൻ എന്ന് പറയുന്നത്. യമൻ്റെ തന്നെ എണ്ണ ഉൾപ്പെടുന്ന ആ പാടങ്ങൾ, ആ പ്രദേശങ്ങളൊക്കെ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് മേഖലകളുണ്ട്. ഈ മേഖലകൾ കുറച്ച് ഭാഗം സൗദിക്ക് വേണം, കുറച്ച് ഭാഗം UAEക്ക് വേണം എന്നതാണ് ഈ തർക്കത്തിൻ്റെ കാരണം. അതായത് അൽ മഹറ, ഹോളർമൗത്ത് എന്നീ പ്രദേശങ്ങൾ നിലവിൽ UAEയുടെ കയ്യിലാണ്. ഇത് സൗദിക്ക് വേണം, ഇതാണ് ആവശ്യം. കാരണം ഈ പ്രദേശങ്ങളിൽ എണ്ണ നിക്ഷേപം കൂടുതലുണ്ട് എന്ന് കണ്ടിട്ട് വലിയ നീക്കങ്ങൾ UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയും നടത്തിയിരുന്നു. ഇപ്പോൾ യമൻ്റെ ഭാഗമായിട്ടുള്ള സൊക്കാത്ര ദ്വീപ് അതൊരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. സമീപത്തുള്ള ബാബ് അൽ മന്ദം എന്ന് പറയുന്ന കടലിടുക്ക്, ഈ രണ്ട് പ്രദേശങ്ങളും ആ കടലോരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ നിർണായകമായ സ്ഥാനമാണ്. അതുവഴിയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും ഇതുമായി ബന്ധിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2018 ഈ മേഖല പിടിക്കാനായിട്ട് UAE ഒരു ശ്രമം നടത്തി. നേരിട്ട് UAEയുടെ സേനയൊന്നും ഇറങ്ങിയില്ല. പകരം സദേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സായുധ സേനയെ, അതായത് STC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, അവരെ വളർത്തിക്കൊണ്ട് ഈ പറഞ്ഞ UAE അവിടേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ സൗദി അറേബ്യ എതിർത്തു. അതുകൊണ്ട് പതുക്കെ UAE അതിൽ നിന്ന് പിന്മാറി. പക്ഷേ 2 വർഷത്തിന് ശേഷം ഇതേ സദേൺ ട്രാൻസിഷൻ കൗൺസിൽ അവിടെ ചെന്ന് ഈ മേഖല കൈപ്പിടിയിലൊതുക്കി. എന്ന് പറഞ്ഞാൽ സൊക്കാത്ര ദ്വീപും ബാബ് അൽ മന്ദാബ് എന്ന് പറയുന്ന ഐലൻഡും ഒക്കെ ഇപ്പോൾ UAEയുടെ നിയന്ത്രണത്തിലാണ്. അതായത് സൗദിയുടെ താല്പര്യങ്ങളെ കുറച്ച് കാലമായിട്ട് UAE മറികടക്കുന്നു, അല്ലെ തകർത്ത് കളയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സുഡാനിലുണ്ടായ പ്രശ്നം, ഈ സുഡാനിലുണ്ടായ പ്രശ്നത്തിൽ UAE സുഡാനൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നു. നമുക്കറിയാം സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം ആദ്യം ആഭ്യന്തരമന്ത്രിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്. ആ സമയത്ത് UAE ഭരണാധികാരി എല്ലാ പിന്തുണയും നൽകിയിരുന്നു. അങ്ങനെ പിന്തുണ നൽകിയ ഈ ഭരണാധികാരിയും ഇപ്പോഴത്തെ സൗദിയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ഇപ്പോൾ നിശബ്ദ ശത്രുക്കളായിട്ട് മാറി. കാരണം സൗദിയുടെ എല്ലാ നീക്കങ്ങളെയും തന്ത്രപരമായിട്ട് UAE തകർക്കുകയാണ്. അവിടെ ഇപ്പം രാജ്യത്തെ രണ്ടായി വിഭജിച്ചിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ യമനിൽ നിന്ന് പിടിച്ചെടുക്കാൻ UAE നീക്കം നടത്തുന്നു. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു യാത്ര നടത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ UAEയുമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം ബന്ധം ഇന്ത്യ പുലർത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി വികാരപരമായ അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന മറ്റൊരു രാജ്യമാണ് ഒമാൻ. ആ ഒമാനിലേക്കാണ് ഈ മാസം പകുതിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏതാണ്ട് 1700-കൾ മുതൽ അവിടെ ഭരിക്കുന്ന രാജവംശവുമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതൽ ഇന്ത്യക്ക് ബന്ധമുണ്ട്. അന്ന് മുതൽ ഈ ഒമാനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് അവിടേക്കും പോയി താമസിക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ലധികം ആളുകളാണ് ഒമാനിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. ഉന്നത പദവിയിലുള്ളവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അവിടുത്തെ രാജവംശവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. നിലവിൽ അവിടെ ഭരിക്കുന്ന ഏതാണ്ട് 250 വർഷമായി തുടർച്ചയായിട്ട് ഭരണം പിന്തുടരുന്ന രാജവംശവും ഇന്ത്യൻ ഭരണകൂടവും തമ്മിൽ നല്ല ബന്ധമാണ്. എന്തിന്? പാകിസ്ഥാനുമായിട്ട് സൗദിയും UAEയും നല്ല ബന്ധം പുലർത്തുമ്പോൾ നാമമാത്രമായ ഒരു സൗഹൃദം മാത്രമേ പാകിസ്ഥാനുമായിട്ട് ഒമാൻ വെച്ച് പുലർത്തുന്നുള്ളൂ. കശ്മീർ പ്രശ്നത്തിലോ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്തോ ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മാത്രമേ ഈ രാജ്യം എടുക്കുകയും ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒമാൻ സന്ദർശിക്കുന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സാധ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിർണായകമായ റോൾ വഹിക്കാൻ കഴിയുന്ന രാജ്യം ഒമാനാണ്. ആ ഒമാനുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലും അങ്ങോട്ടേക്ക് സന്ദർശനം നടത്തുന്നത്. അങ്ങനെ ഒരു സന്ദർശനത്തിലൂടെ നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചാൽ മറ്റ് അറബ് രാജ്യങ്ങൾക്കും അതൊരു പ്രചോദനമാകും. കൂടാതെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ജോർദാനിലേക്ക് പോകും.
ജോർദാനും രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യമാണെന്ന് പറയാം. അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ജോർദാനിൽ നിന്ന് പിന്നെ എത്യോപ്യയിലേക്ക് പോകും, അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. എത്യോപ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. കാരണം യമന്റെ സമീപത്തുള്ള ജിബൂട്ടി, സൊമാലിയ, എറിത്രിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ യമനുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം യമനെ ഇപ്പം നിയന്ത്രിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൂത്തികളാണ്, അതായത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോക്സി. അവർ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമാനുമായി ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ ഒമാനുമായി അതിർത്തി പങ്കിടുന്നതാണ് ഈ യമനും യു എയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. കൂടാതെ സൗദി അറേബ്യയ്ക്കും അവിടെ പങ്കാളിത്തമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള സാധ്യതയുണ്ടോ, കഴിവുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. കാരണം നിലവിൽ യമൻ ഭരിക്കുന്നത് UN അംഗീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ അതൊരു പാവ സർക്കാരാണ്, സൗദിയുടെ നിയന്ത്രണത്തിലാണ്. കാരണം യമനിലെ ഹൂത്തികൾ എപ്പോൾ വേണമെങ്കിലും സൗദിയെ ആക്രമിക്കാം. നമുക്കറിയാം, മക്കയും മദീനയും ഉൾപ്പെടെയുള്ള പുണ്യ കേന്ദ്രങ്ങൾക്ക് നേരെ പലപ്പോഴും ഹൂത്തികൾ ആക്രമണം നടത്തി. അപ്പോൾ UAEക്ക് യമനുമായിട്ടുള്ള ബന്ധം പോലെയല്ല, സൗദിയും ഈ പറയുന്ന യമനും തമ്മിലൊരു ശത്രുതാപരമായ നിലപാടാണ്. കാരണം തെക്കൻ മേഖല മുഴുവൻ ഈ സന ഉൾപ്പെടെയുള്ള തലസ്ഥാനം ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ഹൂത്തികളാണ്. അവരുടെ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് സൗദി എപ്പോഴും ഓടി ചെല്ലുന്ന അമേരിക്കയുടെ മുമ്പിലേക്കാണ്. ഇവിടെ ഇപ്പം ഈ പ്രശ്നം ഒന്ന് ശാശ്വതമായി പരിഹരിക്കണം. യമൻ പഴയ സ്ഥിതിയിൽ ഒറ്റ യമനായിട്ട് തന്നെ നിലകൊള്ളണം. അതിനെ കൺട്രോൾ ചെയ്യാൻ സൗദിക്ക് സാധിക്കണം. ഇതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ സദേൺ ട്രാൻസിഷണൽ കമാൻഡ് എന്ന് പറയുന്ന UAEയുടെ പ്രോക്സി ആയിട്ടുള്ള ഒരു വിങ് അല്ലെങ്കിൽ സായുധ സേനയാണ് നിലവിൽ യമൻ്റെ എല്ലാ പ്രദേശങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കുള്ള എക്കണോമിക് കോറിഡോറിൻ്റെ വികസനം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വികസനം വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്ന രീതിയിലൊക്കെ നമ്മുടെ ചരക്ക് ഗതാഗതം പോകുന്നതാണ്. പക്ഷേ ഈ കോറിഡോർ വരുന്നതോടുകൂടി നമ്മൾ നേരെ ഒമാനിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് പിന്നീട് UAEയിലേക്ക്, പിന്നീട് സൗദിയിലേക്ക്, അവിടെ നിന്ന് നമുക്ക് ജോർദാനിലേക്ക് എത്തിച്ചേരാം. ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിലേക്കാണ് എത്തുന്നത്. അങ്ങനെ നമ്മൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തുന്നു. ഈ ചരക്ക് ഗതാഗതം പിന്നീട് നമ്മൾ യൂറോപ്പിലേക്ക് കടക്കും, അതായത് സൈപ്രസ്, ഗ്രീസ് എന്നിവ വഴിയായിരിക്കും. അപ്പോൾ എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസും ഗ്രീസും ഒക്കെ നേരത്തെ സന്ദർശിച്ചത്? അതാണ് പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാജ്യം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി കൂട്ടിക്കിഴിച്ചതിന് ശേഷം മാത്രമാണ്. ദൂരവ്യാപകമായ ഗുണങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഭാവിയെ മുൻനിർത്തി നമ്മൾ ഇത്തരം രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത്. ഇവിടെ അത്തരം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇടപെടലിലൂടെ സമാധാനം വരണമെന്നൊക്കെ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും. കാരണം ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ ജോർദാൻ വഴിയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് കൊണ്ട് ജോർദാനിൽ സന്ദർശിക്കുന്നു. ഇനി എത്യോപ്യയുടെ ഒരു സഹായം വേണം. കാരണം ആഫ്രിക്കൻ കൺട്രികളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. മാത്രമല്ല ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും വ്യവസായികൾക്കൊക്കെ തന്നെ ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരികളുമായിട്ട് നല്ല ബന്ധമുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഒമാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വ്യവസായ പ്രമുഖർ അവരെ സഹായിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒമാൻ ഒരു നിർണായകമായ രാജ്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ ഗുജറാത്തിൻ്റെ നേരെ എതിർവശത്താണ് ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത്. അതിൻ്റെ സമീപത്ത് യമനും UAE ഉണ്ട്. അപ്പോൾ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ നേരെ എതിർവശത്തുള്ള, അതായത് ഗുജറാത്തിൻ്റെ അപ്പുറത്തുള്ള ഒമാനുമായിട്ടുള്ള നമ്മൾ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണം. ഇവിടെ ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് സൗദി അറേബ്യ, UAEയും ഒക്കെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അതായത് സൊക്കാത്ര ദ്വീപും ബാബ് അൽ മന്ദാബ് എന്ന് പറയുന്ന കടലിടുക്കുമൊക്കെ തന്നെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സൗദി ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് ആക്രമണത്തിലേക്ക് പോകുമോ? അറബ് രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ഏറ്റുമുട്ടും? ഇതൊക്കെ സംശയമാണ്. സുന്നി രാജ്യങ്ങളൊന്നും തമ്മിൽ ഏറ്റുമുട്ടില്ലെന്നാണ് പുറമേ നമ്മൾ കാണുന്നത്. പക്ഷേ ആന്തരികമായിട്ട് അങ്ങനെയല്ല. വലിയ ഒരു അഗ്നിപർവ്വതം പോലെ അതിനുള്ളിൽ പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണം. UAEയുടെ ലക്ഷ്യം എന്താ? ഈ പറയുന്ന യമനെ വിഘടിക്കണം. എന്നിട്ട് ദക്ഷിണ മേഖല എന്ന് പറയുന്നത് ഈ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം UAEയുടെ നിയന്ത്രണത്തിലേക്ക് വേണം. സൗദി അറേബ്യ പറയുന്നത് എന്തിനാ? ഹൂത്തികളെ അവിടെ നിന്ന് ആക്രമിച്ച് പുറത്താക്കണം. അവർ പ്രോക്സികളാണ് ഇറാൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ ആ മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു. ഇതിനുവേണ്ടി ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താ? യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇലാഹി എന്ന് പറയുന്ന പാർട്ടിയെ ഇവർ പിന്തുണയ്ക്കുന്നു, സൗദി അറേബ്യ. ഈ ഇലാഹി പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ്. അവർക്ക് പണവും ആയുധവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് സൗദി അറേബ്യ.
കാരണം ഹൂത്തികളെ അവിടെ നിന്ന് പുറത്താക്കണം, യമന്റെ നിയന്ത്രണം ഞങ്ങളിലേക്ക് എത്തണം. സദേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന UAEയുടെ പ്രോക്സിക്ക് ഈ നിയന്ത്രണം നൽകരുത്. ഇതാണ് കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2015 ഇറാൻ പിന്തുണയോടെ എത്തിയ ഹൂത്തികളെ അവിടെ നിന്ന് പുറത്താക്കാൻ ചില കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ മേഖല സന്ദർശിക്കുന്നു, പിന്നീട് അത് ജോർദാനിലേക്ക് പോകുന്നു, എത്യോപ്യയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് വിവിധ രാജ്യങ്ങളിലുള്ള ഈ നയതന്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കാണുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാജ്യം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ പദ്ധതിയോടെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ മാസം പകുതിയോടെ അത്തരം ഒരു സന്ദർശനം നടത്തുന്നതും UAEയും സൗദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നതും ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.